നമസ്കാരം. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രേസൽ വെർബായ ബ്രിങ് അപ്പിനെ പറ്റിയാണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ തന്നെ ഫ്രേസൽ വെർബ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അതായത് വെർബ് പ്ലസ് പ്രിപ്പോസിഷൻ അല്ലെങ്കിൽ വെർബ് പ്ലസ് ആഡ് വെർബ് ചേർന്ന് വരുന്ന ആ കോമ്പിനേഷനെയാണ് നമ്മൾ ഫ്രേസൽ വെർബുകൾ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്രിങ് അപ്പിനെ പറ്റിയാണ്. ബ്രിങ് എന്ന് പറയുന്ന വെർബും അപ്പ് എന്ന് പറയുന്ന പ്രിപ്പോസിഷനോട് ചേർന്ന് വരുന്ന ആ കോമ്പിനേഷനാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ എല്ലാ ഫ്രേസൽ വെർബുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നേറ്റീവ് സ്പീക്കേഴ്സ് സ്ഥിരമായിട്ട് ഫ്രേസൽ വെർബുകളിലാണ് സംസാരിക്കുന്നത്. സോ അതുകൊണ്ട് നമ്മളും ഫ്രേസൽ വെർബുകൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ തന്നെ ഫ്രേസൽ വെർബുകൾക്ക് അവയുടെ ആശയങ്ങൾ, ഫ്രേസൽ വെർബുകളുടെ ആശയങ്ങൾ മെയിൻ വെർബിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. അതായത് ബ്രിങ്ങിനൊരു ആശയമുണ്ട്. ആ ഒരു ആശയമല്ല ബ്രിങ് അപ്പിനുള്ളത്. അത് സന്ദർഭത്തിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ തന്നെ ഫ്രേസൽ വെർബുകളുടെ ആശയങ്ങളെല്ലാം, അർത്ഥങ്ങളെല്ലാം നിങ്ങൾ സെൻറ്റൻസുകൾ കൂടി വായിച്ച് നോക്കണം. അതിൻ്റെ ആശയം ആ സെൻറ്റൻസുകളിൽ തന്നെ ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് നോക്കാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്രിങ് അപ്പിനെ പറ്റിയാണ്. ബ്രിങ് അപ്പ് എന്തൊക്കെ ആശയങ്ങളാണ് സെൻറ്റൻസുകളിൽ കൊടുക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ആശയം എന്ന് വെച്ചാൽ ഒരു കോൺവെർസേഷൻ, അതായത് നമ്മുടെ ഒരു സംഭാഷണത്തിൽ പുതിയൊരു ടോപ്പിക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടോപ്പിക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ മെൻഷൻ ചെയ്യുന്നതിന് നമ്മൾ ബ്രിങ് അപ്പ് ചേർത്ത് നമ്മൾ സംസാരിക്കാറുണ്ട്. നമുക്ക് നോക്കാം. അങ്ങനത്തെ എക്സാമ്പിൾ സെൻറ്റൻസ് നോക്കാം. ഷീ ബ്രോട്ട് അപ്പ് എ ഗുഡ് പോയിൻറ്റ് അറ്റ് ദ മീറ്റിംഗ്. അതായത് ഈ സെൻറ്റൻസിൻ്റെ ആശയം എന്ന് വെച്ചാൽ അവൾ മീറ്റിങ്ങിൽ ഒരു നല്ല പോയിൻ്റ്, ഒരു വാല്യുബിളായിട്ടുള്ളൊരു പോയിൻ്റ് അവതരിപ്പിച്ചു എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അവതരിപ്പിച്ചു അല്ലെങ്കിൽ മെൻഷൻ ചെയ്തു അല്ലെങ്കിൽ കൊണ്ടുവന്നു എന്നൊരു ആശയമാണ് അവിടെ ബ്രോട്ടപ്പ് കൊടുത്തിരിക്കുന്നത്. ബ്രോട്ടപ്പ് എന്ന് പറയുന്നത് ബ്രിങ് അപ്പിൻ്റെ പാസ്റ്റ് ടെൻസ്. അപ്പോൾ നടന്ന കാര്യത്തെപ്പറ്റി പറയുകയാണ്, മീറ്റിങ്ങിലെ കാര്യത്തെപ്പറ്റി പറയുകയാണ്. അപ്പോൾ ഷീ ബ്രോട്ടപ്പ് എ ഗുഡ് പോയിൻ്റ് അറ്റ് ദ മീറ്റിംഗ്. അതായത് മീറ്റിങ്ങിൽ അവളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് എന്ന് പറയാം, ടോപ്പിക്ക് അവതരിപ്പിച്ചു, പ്രസൻറ്റ് ചെയ്തു, മെൻഷൻ ചെയ്തു എന്നൊരു ആശയമാണ് അവിടെ ബ്രോട്ടപ്പ് കൊടുത്തിരിക്കുന്നത്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. യു ബ്രിങ് അപ്പ് എ ഗുഡ് പോയിൻറ്റ്. നീ ഒരു നല്ല പോയിൻ്റാണ് പറഞ്ഞത് അല്ലെങ്കിൽ മെൻഷൻ ചെയ്തത് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അതേപോലെ തന്നെ താഴെ ഹി ബ്രിങ്സ് അപ്പ് എ ഗുഡ് പോയിൻ്റ്. ഹി ചേർത്ത് പറഞ്ഞതേ ഉള്ളൂ. ഹി ബ്രിങ്സ് അപ്പ് എ ഗുഡ് പോയിൻറ്റ്. അവൻ നല്ലൊരു പോയിൻ്റാണ് അവതരിപ്പിച്ചത് അല്ലെങ്കിൽ മെൻഷൻ ചെയ്തത് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ് അതിൻ്റെ പാസ്റ്റ് ടെൻസ് യു ബ്രോട്ട് അപ്പ് എ ഗുഡ് പോയിൻറ്റ്. നീ ഒരു നല്ല പോയിൻ്റാണ് പറഞ്ഞത് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ അവിടെ ബ്രോട്ടപ്പ് ആണെങ്കിൽ ഞാൻ യൂസ് ചെയ്തെങ്കിലും പാസ്റ്റ് ടെൻസിൻ്റെ പാസ്റ്റ് ടെൻസ് വെർബ് ഫോമാണ് യൂസ് ചെയ്തെങ്കിലും സിറ്റുവേഷൻ പ്രസൻറ്റ് ടെൻസും ആകാം. നമ്മൾ ഓൺ ഗോയിങ് സിറ്റുവേഷൻ ഡിസ്കഷനിലായിരിക്കും. അതായത് നമ്മളിങ്ങനെ സുഹൃത്തുക്കളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ സുഹൃത്തൊരു ഒരു നല്ലൊരു പോയിൻ്റ് പറഞ്ഞു, ഒരു ടോപ്പിക്ക് പറഞ്ഞു. അപ്പോൾ ഞാൻ പറയുകയാണ്, അദ്ദേഹത്തോട് പറയുകയാണ് യു ബ്രോട്ടപ്പ് എ ഗുഡ് പോയിൻ്റ് എന്ന് നമ്മൾ പറയാം. അവിടെ ബ്രോട്ടപ്പ് രണ്ട് സിറ്റുവേഷനാകാം. പാസ്റ്റ് ടെൻസിലെ സിറ്റുവേഷനാകാം. ഇന്നലെ കഴിഞ്ഞ മീറ്റിങ്ങിനെ പറ്റി എനിക്കും പറയാം. ഇന്നലെ നല്ല കാര്യമായിരുന്നു നീ മെൻഷൻ ചെയ്തിരുന്നത് എന്ന് ഈ സെൻറ്റൻസ് സെയിം സെൻറ്റൻസ് വെച്ച് തന്നെ പറയാം. അതേ സെൻറ്റൻസ് എനിക്കിപ്പം പ്രസൻറ്റ് ടെൻസ് കണ്ടീഷനും നമുക്ക് പറയാം. ഓർത്ത് വെച്ചിരിക്കുക. ഞാൻ ഇന്ന് പറഞ്ഞതേ ഉള്ളൂ, സിറ്റുവേഷനോടൊന്നും പറഞ്ഞതേ ഉള്ളൂ, കൺഫ്യൂസ് ആവല്ലേ. അതേപോലെ ഹീ ബ്രോട്ടപ്പ് എ ഗുഡ് പോയിൻറ്റ്. അവൻ നല്ലൊരു പോയിൻ്റാണ് അവതരിപ്പിച്ചത് അല്ലെങ്കിൽ മെൻഷൻ ചെയ്തത് അല്ലെങ്കിൽ പറഞ്ഞത് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ അവതരിപ്പിച്ചു, അതായത് ഒരു ടോപ്പിക്ക് അവതരിപ്പിച്ചു, മെൻഷൻ ചെയ്തു, കൊണ്ടുവന്നു എന്നൊരാശയമാണ് ബ്രിങ് അപ്പ് കൊടുക്കുന്നത്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോകാം. ആസ് എ ടീച്ചർ ഐ ഓഫൺ ഹാവ് ടു ബ്രിങ് അപ്പ് ദ ഇഷ്യൂ ഓഫ് അറ്റൻഡൻസ്. അതായത് ഒരു ടീച്ചർ പറയുകയാണ്, ഒരു ടീച്ചർ എന്ന നിലയിൽ എനിക്ക് പലപ്പോഴും ഐ ഓഫൺ ഹാവ് ടു ബ്രിങ് അപ്പ് ദ ഇഷ്യൂ ഓഫ് അറ്റൻഡൻസ്. എനിക്ക് പലപ്പോഴും അറ്റൻഡൻസിൻ്റെ ഇഷ്യൂ ഉന്നയിക്കേണ്ടി വരുന്നുണ്ട് അല്ലെങ്കിൽ മെൻഷൻ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ ഒരു ടീച്ചർ ഇങ്ങനെ പറയുന്ന ഒരു സെൻറ്റൻസാണ്. അപ്പം ആസ് എ ടീച്ചർ എന്ന നിലയിൽ എനിക്ക് പലപ്പോഴും അറ്റൻഡൻസിൻ്റെ ഇഷ്യൂ, അറ്റൻഡൻസിൻ്റെ പ്രശ്നം എനിക്ക് പറയണം എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ അത് പറയണം, അത് അവതരിപ്പിക്കണം, അത് മെൻഷൻ ചെയ്യണം എന്നൊരാശയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ബ്രിങ് അപ്പ് ചേർത്തിരിക്കുന്നത്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോകാം. ഐ ഹാവ് ടു ബ്രിങ് ഇറ്റ് അപ്പ്. അത് ആ ടീച്ചർ പറയുന്ന ഒരു സെൻറ്റൻസായിട്ട് തന്നെ നിങ്ങൾ കരുതുക. ടീച്ചർ പറയുകയാണ് ഐ ഹാവ് ടു ബ്രിങ് ഇറ്റ് അപ്പ്. അതായത് എനിക്കിത് അവതരിപ്പിക്കണം എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അതായത് എനിക്കിത് മെൻഷൻ ചെയ്യണം, എനിക്കിതൊരു മീറ്റിങ്ങിൽ മെൻഷൻ ചെയ്യണം എന്ന് ഒരു ടീച്ചറിനോട് പറയുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. അപ്പോൾ അവിടെ ഐ ഹാവ് ടു ബ്രിങ് ഇറ്റ് അപ്പ് കൊടുത്തിരിക്കുന്ന ആശയം ആ ഇഷ്യൂ, ആ അറ്റൻഡൻസിൻ്റെ ഇഷ്യൂ ആണ്. അതായത് ഇറ്റ് അവിടെ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ആ അറ്റൻഡൻസിൻ്റെ ഇഷ്യൂ എനിക്ക് മീറ്റിങ്ങിൽ അവതരിപ്പിക്കണം എന്ന് ടീച്ചർ പറയുന്ന ഒരു സെൻറ്റൻസാണ്. ഞാൻ അവിടെ സാഹചര്യം എഴുതിയിട്ടില്ലെന്നേ ഉള്ളൂ.
ടീച്ചർ പറയുന്ന അത്രയും ആ ചെറിയ സെൻറ്റൻസ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഐ ഹാവ് ടു ബ്രിങ് ഇറ്റ് അപ്പ്, എനിക്കത് അവതരിപ്പിക്കണം എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. ഏതാണ് ആ ടോപ്പിക്, ഏത് ഇഷ്യൂ ആണ്? അറ്റൻഡൻസിൻ്റെ ഇഷ്യൂ. അതേപോലെ അതേ സെൻറ്റൻസ് തന്നെയാണ് താഴെ എഴുതിയിരിക്കുന്നത്. ഇറ്റ് നെസസറി ടു ബ്രിങ് അപ്പ്, ഇത് അവതരിപ്പിക്കേണ്ടത്, ഇത് മെൻഷൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അതേപോലെ പിന്നെയും ടീച്ചർ പറയുകയാണ് ഐ മസ്റ്റ് ബ്രിങ് ഇറ്റ് അപ്പ്, ഞാൻ തീർച്ചയായും ഇത് അവതരിപ്പിക്കും അല്ലെങ്കിൽ ഇത് മീറ്റിങ്ങിൽ കൊണ്ടുവരും എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. ഐ മസ്റ്റ് ബ്രിങ് ഇറ്റ് അപ്പ്, അതായത് അറ്റൻഡൻസിൻ്റെ ഇഷ്യൂ ഞാൻ തീർച്ചയായിട്ടും മീറ്റിങ്ങിൽ മെൻഷൻ ചെയ്യും എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഞാൻ പല രീതിയിൽ എഴുതിയെന്നേ ഉള്ളൂ. അതേപോലെ തന്നെ ബ്രിങ് ഇറ്റ് അപ്പ് സ്ഥിരമായിട്ട് നിങ്ങൾ കേൾക്കുന്നൊരു എക്സ്പ്രഷനാണ്. അപ്പോൾ ഇറ്റ് ഏത് ഭാഗം, ഇറ്റ് ഇപ്പം നമ്മൾ പറഞ്ഞ സെൻറ്റൻസിലെ സന്ദർഭം അറ്റൻഡൻസിൻ്റെ ഇഷ്യൂ ആണ്. അപ്പോൾ ഇറ്റ് നിങ്ങൾ ഏത് കാര്യമാണ് സംസാരിക്കുന്ന ആ ഇഷ്യൂ ആകാം. അപ്പോൾ അത് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. ഐ വുഡ് ലൈക്ക് ടു ബ്രിങ് അപ്പ് ആൻ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് അറ്റ് ടുമോറോസ് മീറ്റിംഗ്. അതായത് ഒരാൾ പറയുകയാണ് നാളത്തെ മീറ്റിങ്ങിൽ എനിക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് മെൻഷൻ ചെയ്യണം, അവതരിപ്പിക്കണം എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ അവിടെ ബ്രിങ് അപ്പ് കൊടുത്തിരിക്കുന്നത് മെൻഷൻ ചെയ്യണം, അവതരിപ്പിക്കണം എന്നൊരാശയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ബ്രിങ് അപ്പ് ചേർത്തിരിക്കുന്നത്. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. സംടൈം ഇറ്റ്സ് നോട്ട് എ ഗുഡ് ഐഡിയ ടു ബ്രിങ് അപ്പ് ദ പാസ്റ്റ്. അതായത് ഒരു സെൻറ്റൻസാണ്. അതായത് ചില സമയങ്ങളിൽ പാസ്റ്റിനെ പറ്റി സംസാരിക്കുന്നത് ഒരു ഗുഡ് ഐഡിയ അല്ല എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ പാസ്റ്റിനെ പറ്റി സംസാരിക്കുക, ടാക്ക് അബൌട്ട് എന്നൊരാശയമാണ് അവിടെ ബ്രിങ് അപ്പ് കൊടുത്തിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് അവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, ബ്രിങ് അപ്പ് ഞാനവിടെ ടൂവിലൂടെ ചേർത്താണ് എഴുതിയിരിക്കുന്നത്, ഇൻഫിനിറ്റീവ് ടൂവിലൂടെ ചേർത്താണ് എഴുതിയിരിക്കുന്നത്. ടു ബ്രിങ് അപ്പ്, അതായത് പാസ്റ്റിനെ പറ്റി സംസാരിക്കുക എന്നൊരാശയമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സംടൈംസ് ഇറ്റ്സ് നോട്ട് എ ഗുഡ് ഐഡിയ ടു ബ്രിങ് അപ്പ് ദ പാസ്റ്റ്, അതായത് ചില സമയത്ത് പാസ്റ്റിനെ പറ്റി സംസാരിക്കുന്നത് നല്ല ഐഡിയ അല്ല എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. ഇറ്റ്സ് നോട്ട് ആൾവേസ് എ ഗുഡ് ഐഡിയ ടു ബ്രിങ് അപ്പ് ദ ടോപ്പിക് ഓഫ് പൊളിറ്റിക്സ്. അതായത് പൊളിറ്റിക്സിനെ പറ്റി സംസാരിക്കുന്നത് ഒരു നല്ല ഐഡിയ അല്ല എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അവിടെയും ബ്രിങ് അപ്പ് കൊടുത്തിരിക്കുന്ന ആശയം ആ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ പറ്റി സംസാരിക്കുന്നത് എന്ന് പറഞ്ഞൊരു ആശയമാണ് അവിടെ ബ്രിങ് അപ്പ് കൊടുത്തിരിക്കുന്നത്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. ഡോണ്ട് ബ്രിങ് ഇറ്റ് അപ്പ്. അതായത് ഈ ഒരു എക്സ്പ്രഷൻ നിങ്ങൾ സ്ഥിരമായിട്ട് കോൺവെർസേഷനിലൊക്കെ കേൾക്കാറുള്ളതാണ്. അതിൻ്റെ ആശയം എന്ന് വെച്ചാൽ സിറ്റുവേഷനില്ല, അതിൻ്റെ ആശയം ഞാൻ ഡയറക്റ്റ് പറഞ്ഞുതരാം. ഡോണ്ട് സേ എനിത്തിങ് അബൌട്ട് ദാറ്റ് ടോപ്പിക്, ആ വിഷയത്തെപ്പറ്റി ഇപ്പോൾ സംസാരിക്കരുത് എന്ന് പറഞ്ഞൊരാശയമാണ്. ഇനി നിങ്ങൾ ആ സെൻറ്റൻസ് നോക്കിക്കോളൂ. ഡോണ്ട് ബ്രിങ് ഇറ്റ് അപ്പ്, ആ ഇറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ കോൺവെർസേഷനിൽ ഏതാണോ വിഷയം അതാണ് ഉദ്ദേശിക്കുന്നത്. ഡോണ്ട് ബ്രിങ് ഇറ്റ് അപ്പ്, അതായത് ആ കാര്യത്തെപ്പറ്റി ഇപ്പോൾ സംസാരിക്കരുത്, അതിനെപ്പറ്റി ഇപ്പോൾ ഒന്നും പറയരുത് എന്നൊരാളോട് പറയുന്ന ഒരു സെൻറ്റൻസാണ്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോകാം. അതൊരു കോമൺ ആയിട്ടുള്ള എക്സ്പ്രഷനാണ്. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോകാം. വൈ ആർ യു ബ്രിങ് ഇറ്റ് അപ്പ് നൗ? അതായത് ഇനി ഇപ്പോഴെന്തിനാണ് ആ കാര്യം എടുത്തിടുന്നത് അല്ലെങ്കിൽ പറയുന്നത് എന്ന് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. അതായത് ഞാനും എൻ്റെ സുഹൃത്തുക്കൾ നമ്മൾ ഒരു കാര്യത്തെപ്പറ്റി ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ സുഹൃത്ത് ആ വിഷയത്തിൽ നിന്നും മാറി വേറൊരു വിഷയം ഞങ്ങളുടെ കോൺവെർസേഷനിൽ എടുത്തിട്ടു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് വൈ ആർ യു ബ്രിങ് ഇറ്റ് അപ്പ് നൗ? അതായത് നീ എന്തിനാണ് ഇപ്പോൾ ആ കാര്യം ഇവിടെ അവതരിപ്പിച്ചത് അല്ലെങ്കിൽ മെൻഷൻ ചെയ്തത് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. സെൻറ്റൻസുകളിൽ ഓർത്ത് വെച്ചിരിക്കാം. നെക്സ്റ്റ് സെൻറ്റൻസ്. ഡോണ്ട് ബ്രിങ് അപ്പ് ഹെർ ബോയ് ഫ്രണ്ട് വെൻ യു ടോക്ക് ടു ഹെർ ദേ ജസ്റ്റ് ബ്രോക്ക് അപ്പ്. അതായത് ഒരാളോട് അഡ്വൈസ് ചെയ്യുകയാണ്. ഡോണ്ട് ബ്രിങ് അപ്പ് ഹെർ ബോയ് ഫ്രണ്ട് വെൻ യു ടോക്ക് ടു ഹെർ. അതായത് നീ അവളോട് സംസാരിക്കുമ്പോൾ അവിടെ ബോയ് ഫ്രണ്ടിൻ്റെ കാര്യം എടുത്തിടരുത്, അതിനെപ്പറ്റി ഒന്നും പറയരുത് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. ദേ ജസ്റ്റ് ബ്രോക്ക് അപ്പ്, അവരിപ്പം വേർപിരിഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പം ആ ബോയ് ഫ്രണ്ടിൻ്റെ കാര്യത്തെപ്പറ്റി സംസാരിക്കരുത്, അതിനെപ്പറ്റി മെൻഷൻ ചെയ്യരുത് എന്നൊരാശയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ആ ടോപ്പിക് എടുത്ത് ആ സംസാരത്തിലിടല് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവിടെ ബ്രിങ് അപ്പ് ചേർത്തിരിക്കുന്നത്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോകാം. പ്ലീസ് ഡോണ്ട് ബ്രിങ് അപ്പ് ഫുട്ബോൾ അഗെയിൻ, ഐ ആം സിക്ക് ഓഫ് ടോക്കിംഗ് അബൌട്ട് മൈ ടീം പെർഫോമൻസ്. അതായത് ഒരു ഫുട്ബോളിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സുഹൃത്ത് പറയുകയാണ് പ്ലീസ് ഡോണ്ട് ബ്രിങ് അപ്പ് ഫുട്ബോൾ അഗെയിൻ. അതായത് ഫുട്ബോളിൻ്റെ ആ ടോപ്പിക് ഇനി എടുത്തിടരുത്. ഐ ആം സിക്ക് ഓഫ് ടോക്കിംഗ് അബൌട്ട് മൈ ടീം പെർഫോമൻസ്. അതായത് എൻ്റെ ടീം പെർഫോമൻസ് കാര്യം പറഞ്ഞ് ഞാൻ വയ്യാതായി എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അതിൻ്റെ റീസൺ എന്തായാലും അദ്ദേഹം ഇഷ്ടപ്പെട്ട ടീം വളരെ മോശമായിട്ട് കളിച്ച് കാണും. അപ്പം അതിനെപ്പറ്റി സംസാരിച്ച് അദ്ദേഹം തളർന്നു പോയി. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു സെൻറ്റൻസാണ് പ്ലീസ് ഡോണ്ട് ബ്രിങ് അപ്പ് ദ ഫുട്ബോൾ അഗെയിൻ. ഇനി നമ്മുടെ സംസാരത്തിൽ ഫുട്ബോളിൻ്റെ ടോപ്പിക്ക് എടുത്തിടരുത് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ ബ്രിങ്ങപ്പിൻ്റെ ഒന്നാമത്തെ ആശയം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കോൺവെർസേഷനുകളിൽ പുതിയൊരു ടോപ്പിക് ഇടുക അല്ലെങ്കിൽ പുതിയൊരു ടോപ്പിക്ക് മെൻഷൻ ചെയ്യുക എന്നൊരാശയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ
ബ്രിങ് അപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ഒന്നാമത്തെ ആശയം ഓർത്ത് വെച്ചിരിക്കുക. ഇനി രണ്ടാമത്തെ ആശയം എന്തെന്ന് വെച്ചാൽ റേസിങ് എ ചൈൽഡ്, അതായത് കുട്ടികളെ വളർത്തുക. അതായത് കുട്ടികളെ വളർത്തുന്നതിനെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ ബ്രിങ് അപ്പ് നമ്മൾ ചേർക്കാറുണ്ട്. അതെന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ സെൻറ്റൻസ് നോക്കാം. ദേ ബ്രോട്ട് അപ്പ് 5 children, അതായത് അവർ 5 കുട്ടികളെ വളർത്തി എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അതായത് ദേ റേസ്ഡ് 5 children, അതായത് റേസ്ഡ് എന്ന് പറഞ്ഞാൽ ആ വെർബിൻ്റെ ആശയം തന്നെയാണ്. അപ്പോൾ റേസ്ഡ് എന്ന് പറയുന്നതിന് പകരം ബ്രോട്ടപ്പ് ചേർത്ത് പറഞ്ഞിരിക്കുകയാണ്, നമ്മുടെ ഫ്രേസൽ വെർബ് ചേർത്ത്. നിങ്ങൾ സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ് ദേ ബ്രോട്ട് അപ്പ് 5 children, അതായത് അവർ 5 കുട്ടികളെ വളർത്തി എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. വളർത്തി എന്ന് പറയുന്ന ആശയം നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ചെറുപ്പം മുതലേ അവരുടെ എഡ്യൂക്കേഷനൊക്കെ കൊടുത്ത് പ്രായമാകുന്നതിനും വരെ അവരെ പരിപാലിച്ചു എന്നൊരാശയമാണ് വളർത്തി എന്ന് പറയുന്നത്. ഞാൻ പറയുന്ന ആശയം അത് തന്നെയാണ് ബ്രോട്ടപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഓർത്ത് വെച്ചിരിക്കുക. അടുത്തത് രണ്ടാമത്തെ സെൻറ്റൻസ് നോക്കാം. പേരൻസ് ബ്രിങ് അപ്പ് ദെയർ ചിൽഡ്രൻ ടു ബി ഗുഡ് പീപ്പിൾ, അതായത് പേരൻസ് കുട്ടികളെ നല്ല വ്യക്തികളാക്കാൻ വേണ്ടിയിട്ടാണ് വളർത്തുന്നത് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ വളർത്തുക എന്നൊരാശയമാണ് അവിടെ ബ്രിങ് അപ്പ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോകാം. ഹെർ പേരൻസ് ബ്രോട്ട് ഹെർ അപ്പ് ഇൻ എ സ്ട്രിക്റ്റ് ഹൗസ് ഹോൾഡ്, അതായത് ഒരാളെ പറ്റി പറയുകയാണ്. ഹെർ പേരൻസ് ബ്രോട്ട് ഹെർ അപ്പ് ഇൻ എ സ്ട്രിക്റ്റ് ഹൗസ് ഹോൾഡ്, അതായത് അവളെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് അവളെ വളർത്തിയത് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. ആ ഒരു സാഹചര്യത്തിലാണ് വളർത്തിയത് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ വളർത്തിയത് എന്നൊരാശയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ബ്രോട്ട് അപ്പ് ചേർത്തിരിക്കുന്നത്. നമ്മുടെ ഒബ്ജക്റ്റ് ഹെർ നടുക്ക് വന്നേ ഉള്ളൂ, ബ്രോട്ട് ഹെർ അപ്പ്. അപ്പോൾ പാസൻസ് ആണ്, വളർത്തിയത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ബ്രോട്ട് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ആ സെൻറ്റൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. ഷീ വാസ് ബ്രോട്ട് അപ്പ് ബൈ സ്ട്രിക്റ്റ് പേരൻസ്, അതേ സെൻറ്റൻസ് തന്നെയാണ്. അവൾ അതായത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പേരൻസിൻ്റെ കീഴിലാണ് വളർന്നത് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. ആ സെൻറ്റൻസ് നോക്കിയാൽ അറിയാം, അതൊരു പാസീവ് വോയിസ് ആണ്. പാസ്റ്റ് ടെൻസിലെ ഒരു പാസീവ് വോയിസ് ആണ്. പാസീവ് വോയിസിൻ്റെ ക്ലാസ്സൊക്കെ ഞാൻ എടുക്കാം, ഞാൻ ഇപ്പോഴേ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ആ സെൻറ്റൻസിനെ ശ്രദ്ധിച്ചാൽ മതി. ഷീ വാസ് ബ്രോട്ട് അപ്പ് ബൈ സ്ട്രിക്റ്റ് പേരൻസ്, അതായത് അവളെ വളർത്തിയത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള പേരൻസ് ആണ് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അതായത് സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു പേരൻസിൻ്റെ കീഴിലാണ് അവൾ വളർന്നത് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. വേർ യു ബ്രോട്ട് അപ്പ്, അതിൻ്റെ ആശയം എന്ന് വെച്ചാൽ നീ എവിടെയാണ് വളർന്നത്, എവിടെയാണ് നീ ചെറുപ്പം മുതൽ പഠിച്ച് നിൻ്റെ കുട്ടിക്കാലം എവിടെയായിരുന്നു എന്നൊരു ചോദ്യമാണത്. വേർ യു ബ്രോട്ട് അപ്പ്, നീ എവിടെയാണ് വളർന്നത് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ ഇങ്ങനെ കൊടുക്കാം. ഐ വാസ് ബ്രോട്ട് അപ്പ് ഇൻ ഡൽഹി, ഞാൻ ഡൽഹിയാണ് വളർന്നത് എന്ന് നിങ്ങൾക്ക് ആൻസർ കൊടുക്കാം. ഇത് ഏത് സ്ഥലമാണോ ആ സ്ഥലം നിങ്ങൾക്ക് ആൻസർ കൊടുക്കാം. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. ഹി വാസ് ബ്രോട്ട് അപ്പ് ബൈ ഹിസ് ആൻറ്റ്, അതായത് ആൻറ്റിയാണ് അവനെ വളർത്തിയത് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. ഹെർ പേരൻസ് ബ്രോട്ട് ഹെർ അപ്പ് വെരി വെൽ, ഷീ ഈസ് ആൻ അമേസിങ് ലേഡി, അതായത് ഒരാൾ ഒരു നല്ല കഴിവുള്ളൊരു ലേഡിയെ നോക്കി പറയുകയാണ്. ഹെർ പേരൻസ് ബ്രോട്ട് ഹെർ അപ്പ് വെരി വെൽ, അതായത് അവളുടെ പേരൻസ് അവളെ നല്ല രീതിയിലാണ് വളർത്തിയത് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ അവിടെയും ബ്രോട്ടപ്പ് കൊടുത്തിരിക്കുന്ന ആശയം വളർത്തിയത് എന്നൊരാശയമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോകാം. ഐ വാസ് ബ്രോട്ട് അപ്പ് എ കാത്തോലിക്, അതായത് ഈ രീതിയിൽ നിങ്ങൾക്ക് സെൻറ്റൻസുകൾ കേൾക്കാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ ആശയം എന്ന് വെച്ചാൽ ഞാനൊരു കാത്തലിക്കനായിട്ടാണ് വളർന്നത് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അതായത് ഐ വാസ് ബ്രോട്ട് അപ്പ് എ കാത്തലിക്, അതായത് ആസ് എ കാത്തലിക്, ഞാൻ കാത്തലിക്കനായിട്ടാണ് വളർന്നത് എന്ന് നമ്മൾ പറയാറില്ലേ, ആ ഒരു ആശയമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഐ വാസ് ബ്രോട്ട് അപ്പ് എ കാത്തലിക്, ഞാൻ കാത്തലിക്കനായിട്ടാണ് വളർന്നത് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അവിടെ കാത്തലിക്കിന് പകരം നിങ്ങളെങ്ങനെ ഏത് രീതിയിലാണ്, ഏത് അച്ചടക്കത്തിലാണ് വളർന്നത് എന്ന് നിങ്ങൾക്ക് അവിടെ കൊടുക്കാം. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നത്. നെക്സ്റ്റ് ഒരു സെൻറ്റൻസ് കൂടെ നോക്കാം. എ വെൽ ബ്രോട്ട് അപ്പ് ചൈൽഡ്, ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഒരു നന്നായി വളർന്ന കുട്ടി എന്ന് നമ്മൾ പറയാറില്ലേ, നല്ല സാഹചര്യത്തിലും നല്ല രീതിയിലും നല്ല സ്വഭാവത്തിലും വളർന്ന ഒരാളെ കണ്ട് നമ്മൾ പറയും നന്നായി വളർന്ന കുട്ടി എന്ന് നമ്മൾ പറയാറില്ല. ആ ഒരു സെൻറ്റൻസാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എ വെൽ ബ്രോട്ട് അപ്പ് ചൈൽഡ്, നന്നായി വളർന്ന കുട്ടി, നല്ല സാഹചര്യത്തിലും നല്ല ശിക്ഷണത്തിലും വളർന്ന കുട്ടി എന്നൊരാശയമാണ് കൊടുത്തിരിക്കുന്നത്. എ വെൽ ബ്രോട്ട് അപ്പ് ചൈൽഡ്, ഈ ഒരു എക്സ്പ്രഷനും നമ്മൾ യൂസ് ചെയ്യാറുള്ളതാണ്, ഓർത്ത് വെച്ചിരിക്കുക. ഇനി അടുത്തൊരു ആശയത്തിലോട്ട് പോകാം. ഈ ഒരു ആശയം എന്തെന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുകയാണ്. സിസ്റ്റമൊക്കെ യൂസ് ചെയ്യുന്നത്, കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യുന്നത് സ്ഥിരം യൂസ് ചെയ്യുന്നതാണ്. അതായത് നമ്മൾ കമ്പ്യൂട്ടറിൽ മെനൂസൊക്കെ വരുമല്ലേ, ബ്രിങ്ങ് തെളിഞ്ഞ് വരുമ്പോൾ നമ്മൾ അത് വന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രിങ് അപ്പ് ചേർത്ത് നമ്മൾ സംസാരിക്കാറുണ്ട്. രണ്ട് സെൻറ്റൻസ് നോക്കാം. ക്ലിക്ക് ദ റൈറ്റ് മൗസ് ബട്ടൺ ടു ബ്രിങ് അപ്പ് ന്യൂ മെനു, അതായത് മൗസിൻ്റെ പുതിയ മെനു വരാനായിട്ട് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യൂ എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പം
ആ വിൻഡോ വരാൻ, ആ വിൻഡോ അപ്പിയർ ചെയ്യാൻ എന്നൊരാശയമാണ് അവിടെ ബ്രിങ് അപ്പ് കൊടുത്തിരിക്കുന്നത്. അതായത് ആ വിൻഡോ വരാൻ മൗസിൻ്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യൂ എന്ന് പറഞ്ഞൊരു സെൻറ്റൻസ് ആണത്. അതേപോലെ ഒരു സെൻറ്റൻസ് കൂടെ നോക്കാം. ക്യാൻ യു ബ്രിങ് അപ്പ് ദ ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ് അഗെയിൻ? നീ ഒന്നും കൂടെ കാൻഡിഡേറ്റ്സിൻ്റെ ലിസ്റ്റ് എടുക്കൂ എന്നൊരു സെൻറ്റൻസ് ആണ്. അപ്പോൾ അവിടെ എടുക്കൂ എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അവിടെ ബ്രിങ് അപ്പ് കൊടുത്തിരിക്കുന്ന ആശയം ആ കാൻഡിഡേറ്റിൻ്റെ ലിസ്റ്റ് ഒന്നും കൂടെ ഒന്ന് എന്നെ കാണിക്കൂ എന്നൊരു ആശയമാണ് അവിടെ ബ്രിങ് അപ്പ് കൊടുത്തിരിക്കുന്നത്. അതായത് ആ വിൻഡോയിൽ ഒന്നും കൂടെ ഒന്ന് എന്നെ കാണിക്കൂ എന്നൊരു അത് പറയുവാൻ വേണ്ടിയിട്ടാണ് അവിടെ ബ്രിങ് അപ്പ് നമ്മൾ ചേർത്തിരിക്കുന്നത്. അപ്പം കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നവർ, സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ബ്രിങ് അപ്പ്. നമ്മളെല്ലാം യൂസ് ചെയ്യാറുണ്ട്, നമ്മൾ കേൾക്കാറുമുണ്ട്. അതായത് പല സൈറ്റിലൊക്കെ പോയിട്ട് ഇന്നതൊക്കെ ചെയ്യാൻ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വായിക്കുമ്പോൾ അവിടെ സ്ഥിരം കാണുന്ന ഒരു എക്സ്പ്രഷനാണ് ബ്രിങ് അപ്പ്. അപ്പോൾ ഓർത്ത് വെച്ചിരിക്കുക. ഇനി അടുത്ത ആശയത്തിലോട്ട് പോകാം. അതായത് ഒരു ലോവർ പൊസിഷനിൽ നിന്ന് ഒരു ഹയർ പൊസിഷനിലോട്ട് നമ്മളാകുമ്പോൾ, അതായത് നമ്മുടെ ജോലി സ്ഥലത്തൊക്കെ നമ്മൾ നമ്മുടെ ഓരോ ഗ്രേഡിൽ നിന്ന് ഓരോ ഹയർ പൊസിഷനിലോട്ട് പോകത്തില്ലേ, അങ്ങനെ പോകുമ്പോൾ ഞാൻ ഇന്ന പൊസിഷനിലോട്ട് പോയി എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രിങ് അപ്പ് നമ്മൾ സെൻറ്റൻസുകൾ യൂസ് ചെയ്യാറുണ്ട്. 2 സെൻറ്റൻസ് നോക്കാം. ദിസ് പ്ലെയർ വാസ് ബ്രോട്ട് അപ്പ് ടു ദ മേജർ ലീഗ്. അതായത് ഒരാളിങ്ങനെ പറയുകയാണ്, ഒരു പ്ലെയറിനെ നോക്കി, ദിസ് പ്ലെയർ വാസ് ബ്രോട്ട് അപ്പ് ടു ദ മേജർ ലീഗ്. അതായത് ഈ പ്ലെയറിനെ, ഒരു സ്പോർട്സിലെ പ്ലെയറാണ്, ഈ പ്ലെയറിനെ മേജർ ലീഗിലോട്ട് പരിഗണിച്ചായിരുന്നു എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ ആ ഒരു പൊസിഷനിലോട്ട് ആ മേജർ ലീഗിലോട്ട് പരിഗണിച്ചായിരുന്നു, അതിലോട്ട് തിരഞ്ഞെടുത്തായിരുന്നു എന്നൊരാശയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ബ്രിങ് അപ്പ് അല്ലെങ്കിൽ ബ്രോട്ട് അപ്പ് ചേർത്തിരിക്കുന്നത്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. പാസൻസ് ആണ്. ഒരു ന്യൂസ് കണ്ടിട്ട് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കണ്ടിട്ട് അദ്ദേഹം പറയുകയാണ് ഈ വ്യക്തിയെ മേജർ ലീഗിലോട്ട് പരിഗണിച്ചായിരുന്നു എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അതേപോലെ ഒരു സെൻറ്റൻസ് കൂടെ നോക്കാം. ഹിസ് ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് ആൻഡ് ഡെഡിക്കേഷൻ ബ്രോട്ട് ഹിം അപ്പ് ഫ്രം എ ജൂനിയർ എംപ്ലോയി ടു എ സീനിയർ മാനേജ്മെൻറ്റ് പൊസിഷൻ. അതായത് അവൻ്റെ നല്ല പെർഫോമൻസും ഡെഡിക്കേഷനും കാരണം അദ്ദേഹത്തെ ജൂനിയർ പൊസിഷനിൽ നിന്ന് സീനിയർ മാനേജ്മെൻറ്റ് പൊസിഷനിലോട്ട് തിരഞ്ഞെടുത്തു അല്ലെങ്കിൽ മാറ്റി എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ ആ ഒരു പൊസിഷനിലോട്ട് അദ്ദേഹത്തെ മാറ്റി തിരഞ്ഞെടുത്തു എന്ന് ഒരാശയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ബ്രിങ് അപ്പ് ചേർത്തിരിക്കുന്നത്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി ഒരാശയം കൂടെ നോക്കാം. ഇത് ചിലപ്പോൾ നിങ്ങൾ കേൾക്കാൻ ചാൻസ് ഉണ്ട്. നമുക്കതെന്താണെന്ന് നോക്കാം. അതായത് വൊമിറ്റ് ചെയ്യുക എന്നൊരാശയത്തിൽ നമ്മൾ ബ്രിങ് അപ്പ് നമ്മൾ സംസാരിക്കാറുണ്ട്. ഫോമലായിട്ട് മാത്രമേ സംസാരിക്കാറുള്ളൂ, അല്ലാത്ത സമയത്ത് നമ്മൾ വൊമിറ്റ് എന്ന് തന്നെ ഡയറക്റ്റ് യൂസ് ചെയ്താണ് സംസാരിക്കുന്നത്. ചിലപ്പോൾ കേൾക്കാൻ ചാൻസ് ഉണ്ട്. ഒരു സെൻറ്റൻസ് നോക്കാം. വൊമിറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ മലയാളത്തിൽ ഛർദ്ദിക്കുക എന്നുള്ളൊരാശയത്തിൽ നോക്കാം. ലാസ്റ്റ് നൈറ്റ് ഐ വാസ് സോ സിക്ക് ഐ ബ്രോട്ട് അപ്പ് മൈ എൻ്റയർ ഡിന്നർ. അതായത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ എനിക്ക് തീരെ വയ്യായിരുന്നു. ഐ ബ്രോട്ട് അപ്പ് മൈ എൻ്റയർ ഡിന്നർ. അതായത് ഞാൻ എൻ്റെ മുഴുവൻ ഡിന്നറും, ഞാൻ വൈകുന്നേരം കഴിച്ച മുഴുവൻ ആഹാരം വൊമിറ്റ് ചെയ്ത് ഛർദ്ദിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ ബ്രോട്ടപ്പ്, ഛർദ്ദിക്കുക, വൊമിറ്റ് ചെയ്യുക എന്നൊരാശയം കൊടുക്കാറുണ്ട്. കേൾക്കുവാൻ ചാൻസ് ഉണ്ട്. ഫോമലായിട്ടൊക്കെ ചില സമയത്ത് നിങ്ങൾക്ക് ഇത് സംസാരിക്കുന്നത് കേൾക്കുവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് പിടികിട്ടും. വൊമിറ്റ് ചെയ്യുന്ന സമയത്ത് ആ സെൻറ്റൻസിനെ നോക്കി അതറിയാം, ഐ വാസ് സോ സിക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യം വഴി തന്നെ നിങ്ങൾക്ക് വരുമ്പോൾ തന്നെ അറിയാൻ പറ്റും അവിടെ ബ്രിങ് അപ്പ് അല്ലെങ്കിൽ ബ്രോട്ടപ്പിൻ്റെ ആശയം വൊമിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബ്രിങ് അപ്പിൻ്റെ ആശയം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സെൻറ്റൻസുകളുടെ സ്ട്രക്ചറൊക്കെ നോക്കുക, ആശയങ്ങൾ നോക്കുക. നിങ്ങൾക്ക് ബ്രിങ് അപ്പ് പെട്ടെന്ന് പിടികിട്ടും. കൺഫ്യൂസ് ആവേണ്ട, പേടിക്കേണ്ട. ഇത്രയൊക്കെ ആശയങ്ങൾ ഞാൻ പഠിച്ചു വെക്കുമെന്ന് പേടിക്കേണ്ട. നിങ്ങൾക്ക് ആ സെൻറ്റൻസിൻ്റെ ആ ഒരു സിറ്റുവേഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് പിടികിട്ടും ബ്രിങ് അപ്പിന് ഏത് ആശയം കൊടുക്കണമെന്ന്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.